ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഇതിപ്പോൾ കുടംപുളിയുടെ സീസൺ ആണല്ലോ. കുടംപുളിയുടെ ഒരു പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു 3 തലമുറയ്ക്ക് മേലെ പഴക്കമുള്ള ഒരു പുളിമരമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിമരം, ഇതാണ് നമ്മുടെ പുളി. ഇവിടെയും അപ്പുറത്തെ സൈഡിലും കുറേ വീഴും കേട്ടോ. നമ്മുടെ ആദ്യക്കുട്ടനും പുളി പെറുക്കാൻ ബക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യക്കുട്ടന് വലിയ ഇൻട്രസ്റ്റാണ് ഇതെല്ലാം പെറുക്കാനൊക്കെ. അമ്മയാണ് കൂടുതലും ഡെയിലി പെറുക്കാറ്, കൂടെ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സഹായിക്കും. പക്ഷേ ഇതൊരു വലിയ പണിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ മഴയായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുതൽ അടുപ്പിച്ച് മഴയാണ്. 1-2 ദിവസമാണ് വെയിൽ കിട്ടിയത്. അപ്പോൾ ഇത്രയും പുളികൾ നമ്മൾ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളതിനെ അത്രയും കെയർ ചെയ്തില്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും. പിന്നെ പുളി പെറുക്കിയ കൂട്ടത്തിൽ ഞാനിതാ കുറച്ച് പുളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം പൊട്ടാത്ത പുളി. അപ്പോൾ അത് ആദ്യക്കുട്ടനും ഞാനുമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. ആദ്യക്കുട്ടന് വളരെ ഇഷ്ടമാണ് ഇത് പുളി കഴിക്കാൻ. പുളി ഞങ്ങൾ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ തൊട്ട് പുളിയുടെ കീഴിൽ നിന്ന് മാറത്തില്ല, അമ്മയുടെ കീഴിൽ തന്നെ നിൽക്കും. നല്ല പുളി ഉണ്ടെങ്കിൽ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് വായിലൊക്കെ വെച്ച് കൊടുക്കും. ചിലപ്പോൾ അവൻ കുരു അങ്ങനെ മെഴുങ്ങത്തില്ല, പക്ഷേ ഈ പുളിയുടെ തോട് അങ്ങ് കയറി കടിക്കും. അപ്പോഴത്തേക്ക് ഈ പല്ലിലൊക്കെ മഞ്ഞിപ്പൊക്കെ വരും. അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞാലൊന്നും ആൾ പോകത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 വെള്ളത്തിലാണ് ഈ പുളി കഴുകി നമ്മൾ ഇടുന്നത്. അത്രയും വൃത്തിയോടുകൂടി തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പിന്നെ ആദ്യക്കുട്ടന് കാല് തണുക്കുന്ന, കാല് വെള്ളം വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ കാലൊക്കെ പൊക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ അടത്തിയിടുന്നത് അവനിങ്ങനെ ചെറിയ പീസാക്കി ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അവന് പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അന്നേരം ഓർത്തില്ല. ഇവൻ്റെ നല്ലൊരു ടീഷർട്ടായിരുന്നു, അത് ഫുള്ളേ കറയായി. പുളിക്ക് ഒരു പ്രശ്നമുണ്ട്, പുളിയുടെ വെള്ളം വീണ് കഴിഞ്ഞാൽ കറ വീഴും. കറ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല. അവൻ്റെ തുണി എല്ലാം അഴുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ 2-3 ആഴ്ച കൊണ്ട് അവൻ്റെ എത്ര ഉടുപ്പ് അഴുക്കായിട്ടുണ്ടെന്നറിയാമോ. അപ്പോൾ ഈ പുളിങ്കറ മാറാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. പുളിയെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ടെറസിലാണ് നമ്മൾ ഇത് ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ ചാക്കൊക്കെ വിരിച്ചിട്ട് അതും നല്ല വൃത്തിയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഞാനായിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അമ്മയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പുളിയുടെ ഓരോ പ്രോസസ്സിങ്ങാണ്. ആദ്യം കാണിച്ചത് പച്ചപ്പുളി, പിന്നെ അത് ഉണങ്ങി വരുമ്പോൾ ഓരോ സ്റ്റേജസാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ നല്ല കല്ല് പോലെ ഇരിക്കും ഈ പുളി. പിന്നെ ഇടയ്ക്ക് നമ്മൾ പുകയും കൂടെ കൊള്ളിക്കണം. അതിന് നമ്മൾ ചേരൊക്കെ കെട്ടിയിട്ടുണ്ട് അടുപ്പിൻ്റെ മുകളിൽ. അങ്ങനെ തൊണ്ടും പച്ചിലയൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലോണം പുകയൊക്കെ കുളിക്കുക. അപ്പോൾ നല്ല മീൻകറി വേണമെങ്കിൽ നല്ല തോട്ടുപുളി വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ലോണം മയപ്പെടുത്തിയെടുക്കുക. എണ്ണയും നല്ല കല്ലുപ്പും ഇട്ട് നല്ല മയമാക്കി നല്ല സോഫ്റ്റാക്കി വെക്കും. അപ്പം കുടംപുളി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ടോളൂ കേട്ടോ. ഇത് കേടാകാതെ നമുക്ക് 2-3 വർഷത്തിന് മേലെ വരെ ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.